ചേരുന്നുണ്ട്. നിഖിൽ, ഈ പറയുന്നത് പോലെ എത്രത്തോളം മണ്ണാണ് ഈ ട്രക്കിന് മുകളിൽ ഉള്ളത് എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ നാളെ മറ്റൊരു ബൂം മെഷീൻ കൂടി എത്തുന്നുണ്ട്. അതും കൂടി ഈ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഈ മഞ്ചേരി MLA ഒക്കെ പറഞ്ഞതുപോലെ കുറച്ച് വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അല്ലെ? കുറച്ച് പെട്ടെന്ന് തന്നെ ആ വാഹനം പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? സേതുലക്ഷ്മി, തീർച്ചയായും അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇത് സാങ്കേതികമായി തടസ്സങ്ങൾ വരുന്നത് തന്നെയാണ്. ഒന്നാമത്തെ പ്രതികൂല ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥ തന്നെയാണ്. മാത്രമല്ല, ഈ ബൂമറുകൾ എത്തിച്ചു കഴിഞ്ഞാലും ബൂമറുകൾ ഉപയോഗിച്ച് ഈ പുഴയ്ക്കകത്ത് ഈ വാഹനത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ണാണ് കോരി മാറ്റേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ വാഹനത്തിന് മുകളിലുള്ള മണ്ണുണ്ട്, ഈ ട്രക്കിന് മുകളിലേക്ക് വീണ് കിടക്കുന്ന മണ്ണുണ്ട്. ആ മണ്ണ് കൃത്യമായി മാറ്റുക എന്നുള്ളതായിരിക്കും നാളത്തെ ദൗത്യം. അതിന് ഇപ്പോൾ നിലവിൽ നാല് മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ മണ്ണ് അവിടെ നിന്ന് മാറ്റാനുള്ള പ്രവൃത്തി നാളെ അതിരാവിലെ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ മണ്ണ് മാറ്റുന്നതോടുകൂടി ആ വാഹനത്തിന് ഏത് രീതിയിലാണ് ആ വാഹനം കിടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ ഈ മണ്ണ് നീക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീം അവിടേക്ക് എത്തി അവർ ഈ പുഴയ്ക്ക് അകത്ത് ഈ വാഹനത്തിന് സമാന്തരമായി ഇറങ്ങി പുഴയിൽ ഇറങ്ങി അവിടെ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ കൃത്യമായി വാഹനം എങ്ങനെ കിടക്കുന്നു എന്ന് മനസ്സിലാകും. അതിനുശേഷമായിരിക്കും ഈ വാഹനത്തെ എങ്ങനെയാണ് ബെൽറ്റ് ഇട്ട് ട്രെയിനുമായി ബന്ധിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം വരിക. അങ്ങനെ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും എത്രത്തോളം മണ്ണ് മാറ്റണം എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എങ്കിലും ഒരു പക്ഷെ നമുക്ക് നാളെ തന്നെ പ്രതീക്ഷിക്കാം ആ വാഹനം, ആ ട്രക്ക് പുറത്തേക്ക് എടുക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. നാളെ തന്നെ അതുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഈ പറഞ്ഞ എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്നതാണ് നമുക്ക് നിലവിൽ പറയാവുന്നത് അതുമായി ബന്ധപ്പെട്ട്.